കാലുകൾക്ക് കുഴപ്പമുണ്ട്. അത് ജന്മന സംഭവിച്ചാലെന്ന് തനിക്കറിയാലോ. ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ. അവർ കളിയാക്കുന്നത് ശരിയാണോ? അംഗവൈകല്യം ഇല്ലാത്തവന്റെ മനസ്സിൽ വൈകല്യം ഉണ്ടായാൽ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരി. അത്തരക്കാരുമായിട്ട് നമ്മൾ ഒരിക്കലും സന്ധി ചെയ്യേണ്ട കാര്യമില്ല. എന്ന് ചെന്നും കരുണ ഇവിടെ കഴിയുന്നത് ശരിയാണോ കണ്ണേട്ടാ? അങ്ങനെ കഴിഞ്ഞ അതുകൊണ്ട് ഉണ്ണിക്ക് മാത്രമല്ല നഷ്ടം, അവക്കും ഉണ്ട്. അതവളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ അറിയണം. ഇതിന്റെ പേരിൽ ഇപ്പോൾ അച്ഛനും മുത്തശ്ശിയും കൂടെ അമ്മയെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടാവും. ആ അമ്മയ്ക്ക് അവിടെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ അമ്മയുടെ കാര്യങ്ങളും ഇവിടെ ഉള്ളവർ നോക്കേണ്ടി വരും. എക്സ്ക്യൂസ് മീ, മേഘനാഥൻ എന്നൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? നോക്ക് പ്ലീസ്. ആക്സിഡന്റ് കേസല്ലേ? അതെ അതെ. ഓപ്പറേഷൻ തിയേറ്ററില്ല. ഡോക്ടറെ, എന്തായി ഡോക്ടറെ? അകത്ത് കിടക്കുന്ന ആളിന്റെ അച്ഛനാണ്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ആദ്യമേ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. വലിയ ആക്സിഡന്റ് ആയിരുന്നു. ഡോക്ടറെ, എന്റെ മോൻ. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് റിലേറ്റീവ്സ് ആരും വരാത്തതുകൊണ്ട് ആളിനെ ഐഡന്റിഫൈ ചെയ്ത് ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കഴിഞ്ഞു. ബാക്കിയൊക്കെ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയും ആ പയ്യന്റെ ഭാഗ്യവും പോലിരിക്കും. എനിക്കാണായിട്ടാവും മാത്രമല്ലോ ഡോക്ടറെ. ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞത് കാറിന്റെ ബാക്കിൽ ലോറി ഇടിച്ചു എന്നാണ്. എന്ന് വെച്ചാ ഇയാളുടെ ഭാഗത്തെ തെറ്റല്ല, നമ്മുടെ സമയമാണ് കുഴപ്പം പിടിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും നല്ല ശക്തിയായ ഇടിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആള് കാറിൽ നിന്ന് പുറത്ത് വീണ് കിടക്കായിരുന്നെന്നാ ഇവിടെ കൊണ്ടുവന്നവർ പറഞ്ഞത്. അപ്പോ ഇടിയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വീണു എന്ന് വേണം കരുതാൻ. ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ പ്രാർത്ഥന പോലിരിക്കും. ശരി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.